ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ? എന്താ പറയുക, ഞാനിവിടെ ആകെപ്പാടെ ബോറടിച്ചു. എങ്ങും നോക്കിയിട്ടും ആരുമില്ല, ആരുടെയും ലൈവും കാണുന്നില്ല. ഹിറ്റുവാണെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞതിൻ്റെ ബിസി, ജാസൂട്ടനാണെങ്കിൽ ചായ കുടിക്കാനും ചായ ഉണ്ടാക്കാനുമുള്ള ബിസി, പിന്നെ വിലൂട്ടനാണെങ്കിൽ ചീര പറിക്കാം അങ്ങനെ തറവാട്ടിൽ പോകുന്നു അതിൻ്റെ ബിസി, ലൂംസൂട്ടനാണെങ്കിൽ കുട്ടപ്പാന്ന് വിളിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്ന ബിസി, നയൻസിനെ പിന്നെ കാണാനേ ഇല്ല, നയൻസ് ആകപ്പാടെ ബിസി. പിന്നെ ലളിത ചേച്ചിയുടെ കാര്യം പറയണ്ട, ലളിത ചേച്ചി ഓണത്തിൻ്റെ ബിസി. അങ്ങനെ ഇനി ഊട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. സങ്കൂട്ടനാണെങ്കിൽ ബിസിയോടെ ബിസി. ഇനി ഊട്ടന്മാരൊക്കെ ഉണ്ട്. എല്ലാവരുടെയും കൂടെ പേര് പറഞ്ഞു ചെയ്തപ്പോൾ ഇതിനകത്ത് എനിക്ക് എൻ്റെ പറയാൻ വന്ന കാര്യം പറയാൻ വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ എങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ഔട്ടിങ്ങിന് പോയേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ഔട്ടിങ്ങിന് പോയി സുഹൃത്തുക്കളെ. ഞാനവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാനൊരു കാഴ്ച കണ്ടു. ഞാൻ നോക്കിയപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രിയ കുറേ ചങ്കുകളെ കാണുവാനിടയായിത്തീർന്നു. പെട്ടെന്ന് ഞങ്ങളവിടെ നിർത്തി, വണ്ടി അവിടെ നിർത്തി. പെട്ടെന്ന് ഇവരെയൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നോക്കുമ്പോഴല്ലേ അവർക്ക് ഒരു ടെൻഷനുമില്ലാതെ, ഒരാളാണെങ്കിൽ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു, കുറേ പേര് തേണ്ട തറയിൽ കിടന്ന് കുത്തിമറിയുന്നു, ഒരു ടെൻഷനുമില്ല, വളരെ ഹാപ്പിയായിട്ട്, ഒരു ടെൻഷനുമില്ല അവർക്ക്. ഞാൻ അവരെ ശ്രദ്ധിച്ചു, എന്താണ് ഇവർക്ക് ഇത്രയും ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാനുള്ള കാരണം നോക്കുമ്പോൾ ഇവരുടെ ആരുടെയും കയ്യിൽ മൊബൈലില്ല, ഇവർക്ക് ലൈവിൻ്റെ ടെൻഷനില്ല, കമൻസിൻ്റെ ടെൻഷനില്ല, ഒരു ടെൻഷനും ഇല്ലാതെ അവർ ഫ്രീ മൈൻഡിൽ കിടന്നു കുത്തിമറിഞ്ഞ് കളിക്കുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ലൈഫ് ഓർത്തു. എന്താ നമ്മുടെ ലൈഫല്ലേ, നമുക്കൊന്നിനും നേരമില്ല, ബിസിയോടെ ബിസി. ഒരു ലൈവിൽ നിന്ന് അടുത്ത ലൈവിലേക്ക്, ഒരു ലൈവിൽ നിന്ന് അടുത്ത ലൈവിലേക്ക് കമൻസ് ഇടാൻ, ലൈക്ക് ഇടാൻ, ഗ്യാലറിയിലിരിക്കാൻ, അങ്ങനെ ആപ്പാടെ ബിസി. എന്താ പറയുക, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാളിങ്ങനെ മുകളിലിരുന്ന് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു എന്താണ് ഇതെന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ആ കാഴ്ച കണ്ടു. താഴെ കുറേ പേരിങ്ങനെ എന്താ പറയണ്ടേ, ജമ്പ് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ആരാണ്, നമ്മളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. എന്താണെന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. എന്തായാലും നിങ്ങളും ഉണ്ടല്ലോ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ പോയി ഒന്ന് കാണുവാനും അവരുമായിട്ടൊന്ന് മീറ്റ് ചെയ്യാനൊക്കെ. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ അവരോടൊപ്പം നിന്ന്. ഒന്നും ഇവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല, കാരണം എന്താണെന്നറിയാമോ, പിന്നെ അത് എൻ്റെ ആ ചങ്കുകളെ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ അവരെ ചെന്ന് കാണുമ്പോൾ അവർക്ക് എന്നോടുള്ള സ്നേഹം കുറയുമേ. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കല്ലേ. അപ്പം ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അവരോടൊപ്പം നിന്ന്. അവർക്ക് ഞാൻ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊടുത്തു. അവരെനിക്ക് ഫോൺ നമ്പറൊക്കെ തരാമെന്ന് പറഞ്ഞില്ല, ഞാൻ അവർക്ക് ഫോൺ നമ്പർ കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു വേണ്ട, ഞങ്ങളുള്ള സന്തോഷത്തിൽ ഞങ്ങൾ പൊയ്ക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ബൈ.